ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. അല്ലുവിന്റെ അറസ്റ്റ്, 2 സംസ്ഥാനങ്ങളിൽ പുകയുന്ന രാഷ്ട്രീയം. അല്ലു പുനിടയിലെ കുടുംബങ്ങൾ അകൽച്ചയിലേക്കോ? ഹൈദരാബാദ്. അല്ലു അർജുന്റെ അറസ്റ്റ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടിയാണ് തുടക്കമിട്ടിരിക്കുന്നത്. അറസ്റ്റ് നടന്നത് ഹൈദരാബാദിലാണെങ്കിലും 2 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തെയാണ് ഇത് ബാധിക്കുക. നിലവിൽ 2 സംസ്ഥാനങ്ങളാണെങ്കിലും തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഇന്നും സിനിമയുടെ കാര്യത്തിൽ ഒന്നാണ്. തെലുങ്ക് സിനിമാ മേഖലയെ സംസ്ഥാന അതിർത്തിയെന്ന വേലി കൊണ്ട് വേർതിരിക്കാനാവാത്തതും ഈ രാഷ്ട്രീയ വിവാദത്തിന് പുതിയ മാനം നൽകുന്നു. 2 സംസ്ഥാനങ്ങളിലായി നിലനിൽക്കുന്ന പ്രധാന പാർട്ടികളുടെ നിലപാട് മല്ലു കൊനിഡേല കുടുംബങ്ങൾക്കിടയിലെ അകൽച്ചയും ഈ കുടുംബങ്ങൾക്ക് തെലുങ്ക് രാഷ്ട്രീയത്തിലുള്ള നിർണായക സ്വാധീനവും വീണ്ടും ചർച്ചയാവുകയാണ്. അല്ലു കൊനിഡേല കുടുംബങ്ങൾ ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിൽ നിന്നുള്ളവരാണ്. അല്ലു രാമലിംഗയ്യയുടെയും കൊനിഡേല വെങ്കടറാവുവിന്റെയും പൂർവികർ. എഴുത്തുകാരനായ കൊനിഡേല വെങ്കടറാവുവിന്റെ മക്കളാണ് നടന്മാരായ ചിരഞ്ജീവിയും നാഗേന്ദ്ര ബാബുവും പവൻ കല്യാണും. നടനും എഴുത്തുകാരനുമായ അല്ലു രാമലിംഗയ്യയുടെ മകളായ സുരേഖയെയാണ് ചിരഞ്ജീവി വിവാഹം ചെയ്തത്. അന്നു മുതൽ 2 കുടുംബങ്ങളും അടുപ്പത്തിലായി. സുരേഖയുടെ സഹോദരൻ അല്ലു അരവിന്ദിന്റെ മക്കളാണ് അല്ലു അർജുനും അല്ലു സിരിഷും. അല്ലു അർജുൻ YSR കോൺഗ്രസ് ബന്ധുക്കളാണെങ്കിലും അല്ലു അർജുനുമായി ഏറെ നാളായി അകൽച്ചയിലാണ് ആന്ധ്ര ഉപമുഖ്യമന്ത്രിയും ജനസേന പാർട്ടി അധ്യക്ഷനുമായ പവൻ കല്യാൺ. പവൻ കല്യാൺ ആരാധകർ പുഷ്പ 2 ചലച്ചിത്രത്തിന്റെ പ്രദർശനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. 2024 പൊതുതിരഞ്ഞെടുപ്പിൽ അല്ലു അർജുൻ YSR കോൺഗ്രസ് സ്ഥാനാർത്ഥി ശിൽപ രവിയെ പിന്തുണച്ചതാണ് അകൽച്ചയ്ക്കു കാരണം. ആന്ധ്രാപ്രദേശിൽ അല്ലു കുടുംബത്തിന്റെ പിന്തുണ പലപ്പോഴും YSR കോൺഗ്രസിനായിരുന്നു. എതിർപക്ഷത്തുള്ള ചന്ദ്രബാബു നായിഡുവിനും പവൻ കല്യാണിനും അല്ലു കുടുംബവുമായുള്ള അകൽച്ചയ്ക്ക് ഇത് കാരണമായിരുന്നിരിക്കാം. തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ചന്ദ്രബാബു നായിഡുവിന് അനുകൂലമായാണ് നിലവിൽ രാഷ്ട്രീയ തീരുമാനങ്ങളെടുക്കുന്നത്. ഇതും അല്ലു അർജുന്റെ അറസ്റ്റിന് പിന്നിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് നിറം പകരുകയാണ്. കോൺഗ്രസിന്റെ കണ്ണിലെ കരട്. തെലങ്കാനയിൽ പ്രതിപക്ഷത്തുള്ള BRSഉം BJPയും അല്ലു അർജുന്റെ അറസ്റ്റിനെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. അല്ലു കുടുംബത്തിന് ആന്ധ്രയിൽ YSR കോൺഗ്രസിനോടെന്ന പോലെയാണ് തെലങ്കാനയിൽ BRSനോടുള്ള ബന്ധം. YSR കോൺഗ്രസ് അധ്യക്ഷനായ ജഗൻമോഹൻ റെഡ്ഡിയുടെ എതിരാളിയും സഹോദരിയുമായ YSR ശർമിളയാണ് ആന്ധ്രയിലെ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത്. ഈ രാഷ്ട്രീയ വൈരാഗ്യവും നടൻ അല്ലു അർജുനെ കോൺഗ്രസിന്റെ കണ്ണിലെ കരടായി മാറ്റിയിരിക്കാം. അല്ലു അർജുന്റെ അറസ്റ്റ് തെലങ്കാന ആന്ധ്ര രാഷ്ട്രീയത്തിലെ വലിയ തലങ്ങിമറിച്ചിലുകൾക്കും അല്ലു കൊനിഡേല കുടുംബങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്കും വഴിവെക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. അല്ലു അർജുന് ഇടക്കാല ജാമ്യം. പുഷ്പ 2 സിനിമയുടെ പ്രീമിയർ ദിവസമുണ്ടായ തിരക്കിൽ ഒരു യുവതി മരണപ്പെട്ട സംഭവത്തിൽ നടൻ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്ന്. കേസിൽ രാവിലെ അറസ്റ്റ് ചെയ്ത അല്ലുവിന് തെലങ്കാന ഹൈക്കോടതി വൈകിട്ടോടെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. നടനെ ഹൈദരാബാദ് നാമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തതിനു പിന്നാലെയാണ് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് ശ്രീദേവിയാണ് ജാമ്യഹർജി പരിഗണിച്ചത്. മനപൂർവ്വമല്ലാത്ത നരഹത്യക്കുറ്റം നിലനിൽക്കുമോയെന്ന് കോടതി സംശയം ഉന്നയിച്ചു. ബോധപൂർവം ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്ന വകുപ്പും നടനെതിരെ എടുക്കാനാകുമോയെന്നും കോടതി ചോദിച്ചു. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനം ഇന്ന്. സത്യപ്രതിജ്ഞ നാഗ്പൂരിലെ നിയമസഭാ മന്ദിരത്തിൽ. മുംബൈ. 3 ആഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം മഹാരാഷ്ട്രയിലെ മന്ത്രിസഭാ വികസനം ഇന്ന് നടക്കും. നാഗ്പൂരിലെ നിയമസഭാ മന്ദിരത്തിലാണ് സത്യപ്രതിജ്ഞ. തുടർന്ന് 16-ന് നാഗ്പൂരിൽ നിയമസഭയുടെ ശീതകാല സമ്മേളനം ആരംഭിക്കും. മന്ത്രിസഭയിൽ പരമാവധി 43 അംഗങ്ങൾ ആകാമെങ്കിലും 30 പേരായിരിക്കും ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരഞ്ഞെടുപ്പ് ഫലമറിഞ്ഞ് 20 ദിവസം പിന്നിട്ടിട്ടും മന്ത്രിസഭാ വികസനം സാധിക്കാതിരുന്നത് ഭരണപക്ഷത്തിന് നാണക്കേടായി മാറിയിരുന്നു. വൻവിജയം നേടിയിട്ടും 10 ദിവസത്തിലേറെ കഴിഞ്ഞാണ് മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസും BJP ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡെയും ശിവസേന അജിത് പവാറും NCP സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിപദം ലഭിക്കാതിരുന്നതോടെ ആഭ്യന്തര വകുപ്പ് നേടിയെടുക്കാൻ ഷിൻഡെ സമ്മർദ്ദം ചെലുത്തിയതാണ് മന്ത്രിമാരുടെ എണ്ണം നിശ്ചയിക്കലും വകുപ്പ് വിഭജനവും വൈകാനിടയാക്കിയത്. മന്ത്രിസഭാ വികസനത്തിനു മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ ഫഡ്നാവിസും അജിത് പവാറും ഡൽഹിയിലേക്ക് പോയപ്പോഴും ഷിൻഡെ വിട്ടുനിന്നു. 57 MLAമാരുള്ള ഷിൻഡെക്കും 41 MLAമാരുള്ള അജിത് പവാറിനും മന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്ന സ്വന്തം പക്ഷക്കാരിൽ നിന്നു കടുത്ത സമ്മർദ്ദവുമുണ്ട്. 132 കോടി. 2006 മുതൽ 2024 വരെയുള്ള എയർലിഫ്റ്റിന് ചെലവ് തിരിച്ചടയ്ക്കണം. കേരളത്തിന് കേന്ദ്രത്തിന്റെ കത്ത്. തിരുവനന്തപുരം. 2018 പ്രളയത്തിനടക്കം എയർലിഫ്റ്റിങ്ങിന് ചെലവായ തുക മുഴുവൻ തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്രം. ഇക്കാര്യം ഉന്നയിച്ച് കേരളത്തിന് കത്തയച്ചു. 2006 മുതൽ 2024 വരെയുള്ള 18 വർഷം ചെലവായ 132.62 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം മുൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് അയച്ചത്. ഈ വർഷം ഒക്ടോബറിലാണ് ചീഫ് സെക്രട്ടറിയായിരുന്ന V വേണുവിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കത്തയച്ചത്. കണക്കനുസരിച്ച് കേരള സർക്കാർ ചെലവായ തുക തിരിച്ചടച്ചിട്ടില്ലെന്നും തുക എത്രയും വേഗം തിരിച്ചടയ്ക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട്. കേരളത്തെ പ്രളയം വിഴുങ്ങിയ 2018 ഓഗസ്റ്റിൽ നടത്തിയ എയർലിഫ്റ്റിങ്ങിന് ചെലവായ തുകയും കണക്കിൽ വ്യക്തമായി പറയുന്നുണ്ട്.
2018 ഓഗസ്റ്റ് 18 മാത്രം 29.64 കോടി രൂപയാണ് എയർലിഫ്റ്റിംഗിന്റെ ഭാഗമായി കേരളം കേന്ദ്ര സർക്കാരിന് നൽകാനുള്ളത്. റഷ്യൻ ആയുധ വിദഗ്ധൻ മിഖായൽ ഷാറ്റ്സ്കി കൊല്ലപ്പെട്ടു. പുട്ടിന്റെ അടുത്ത അനുയായി, പിന്നിൽ യുക്രൈനോ? മോസ്കോ. റഷ്യൻ ആയുധ വിദഗ്ധനും പുട്ടിന്റെ അടുത്ത അനുയായിയുമായ മിഖായൽ ഷാറ്റ്സ്കിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇന്നലെയാണ് ഷാറ്റ്സ്കിയെ മോസ്കോയ്ക്ക് പുറത്തുള്ള കുസ്മിൻസ്കി വനത്തിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്ന മിസൈലുകൾ വികസിപ്പിക്കുന്ന വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ജനറൽ ഡയറക്ടറായിരുന്നു മിഖായൽ ഷാറ്റ്സ്കി. അതേസമയം ഷാറ്റ്സ്കിയെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ യുക്രൈൻ ഡിഫൻസ് ഇന്റലിജൻസ് ആണെന്ന് ചില യൂറോപ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുക്രൈന്റെ ഔദ്യോഗിക സൈനിക രഹസ്യാന്വേഷണ വിഭാഗമാണ് യുക്രൈൻ ഡിഫൻസ് ഇന്റലിജൻസ്. ഇവർ ഷാറ്റ്സ്കിയെ ലക്ഷ്യം വെച്ച് മോസ്കോയിൽ പ്രത്യേക ഓപ്പറേഷൻ നടത്തിയിരുന്നതായാണ് സൂചന. കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം യുക്രൈൻ ഏറ്റെടുത്തിട്ടില്ല. സ്വഭാവമാറ്റം പെട്ടെന്ന് ആഴങ്ങളിലേക്ക് വലിച്ചെടുക്കും. അപകട തിരമാലകൾ ഒളിപ്പിച്ച് മുരുടേശ്വർ ബീച്ച്. മംഗളൂരു. ബീച്ച് ടൂറിസം ആസ്വദിക്കുന്ന മലയാളികൾ മനോഹരമായ ബീച്ചുകൾ തേടിപ്പിടിച്ചു പോകാറുണ്ട്. ഇതിനായി വടക്കൻ കേരളത്തിലെ യാത്രക്കാർ കൂടുതലും തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് തീരദേശ കർണാടക. ബീച്ച് ടൂറിസം യാത്രികരെ ആകർഷിക്കുമ്പോഴും അത്തരം കേന്ദ്രങ്ങളിൽ അപകടങ്ങളും പതിയിരിക്കുന്നുണ്ട്. തീരദേശ കർണാടകയിൽ കടലിൽ മുങ്ങിമരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. കഴിഞ്ഞ ദിവസം കർണാടകയിലെ കോലാർ ജില്ലയിൽ നിന്നെത്തിയ സ്കൂൾ വിനോദയാത്രാ സംഘത്തിലെ 4 വിദ്യാർത്ഥിനികൾ മുങ്ങിമരിച്ചത് ഉത്തര കന്നഡ മുരുടേശ്വറിലെ ബീച്ചിലാണ്. മുൻപും ഇത്തരം ദാരുണ സംഭവങ്ങൾ മുരുടേശ്വർ ബീച്ചിൽ ഉണ്ടായിട്ടുണ്ട്. 2023 ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നെത്തിയ ഡിഗ്രി വിദ്യാർത്ഥി പവൻ നായിക് ബീച്ചിലെ തിരയിൽപ്പെട്ട് മരിച്ചു. 2014 ബംഗളൂരു മാരുതി നഗർ സ്വദേശികളായ 4 വിനോദസഞ്ചാരികളുടെ ജീവൻ നഷ്ടപ്പെട്ടതും ഇവിടെയാണ്. കഴിഞ്ഞ ദിവസത്തെ അപകടം ഉൾപ്പെടെ 3 സംഭവങ്ങളും നടന്നത് ഒരേ കാരണത്താൽ. ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കടലിലേക്ക് ഇറങ്ങിയാണോ മുരുടേശ്വറിൽ അപകട മരണം സംഭവിച്ചത്. അപ്രതീക്ഷിതമായ കടൽ ഒരു നിമിഷം കൊണ്ട് ആഴങ്ങളിലേക്ക് വലിച്ചെടുക്കും. കടലിന്റെ സ്വഭാവം മാറിവരുന്നതും പെട്ടെന്നാണെന്ന് ലൈഫ് ഗാർഡുമാർ പറഞ്ഞു. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ധാരാളം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ് മുരുടേശ്വർ. ക്ഷേത്രദർശനവും ശിവപ്രതിമയും ബീച്ചും എല്ലാം സംഗമിക്കുന്ന ഇവിടെ നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ലൈഫ് ഗാർഡുകളുടെ പരിമിതിയും അറിയിപ്പുകൾ അവഗണിച്ച് കടലിലിറങ്ങുന്നതുമാണ് അപകടങ്ങൾ വരുത്തിവെക്കുന്നത്. വിനോദസഞ്ചാരത്തിനായി ബീച്ചുകളിലേക്ക് പോകുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടതാണ് നീന്തൽ സുരക്ഷ. നാം പോകുന്ന ബീച്ച് നീന്താൻ പറ്റുന്നവയാണോ എന്നറിയണം. നിർദ്ദേശങ്ങൾ തരാൻ ലൈഫ് ഗാർഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കടലിലേക്ക് ഇറങ്ങാവൂ. കടലിന്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് അവർ നമുക്ക് സുരക്ഷയൊരുക്കും. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ബീച്ചുകളിലേക്കുള്ള യാത്രകളും ക്രമീകരിക്കാം. മഴക്കാലത്തും കാറ്റുള്ള സമയങ്ങളിലും ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാഫിൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാത്തത് ചോദ്യം ചെയ്ത് കോടതി. കോഴിക്കോട്. തെരഞ്ഞെടുപ്പിൽ വിവാദമായ കാഫിൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാത്തത് ചോദ്യം ചെയ്ത് കോടതി. സ്ക്രീൻഷോട്ട് കേസ് പരിഗണിച്ച വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസിനോട് ചോദ്യം ഉന്നയിച്ചത്. ഇടത് സൈബർ ഗ്രൂപ്പംഗങ്ങളായ റിബേഷ്, മനീഷ്, അമൽ റാം, വഹാബ് എന്നിവർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതായി പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാഫിൽ സ്ക്രീൻഷോട്ട് കേസിലെ കേസ് ഡയറിയും പോലീസ് ഹാജരാക്കി. കേസ് ഈ മാസം 20-ന് വീണ്ടും പരിഗണിക്കും. നവംബർ 29-ന് വടകര കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും അന്വേഷണ പുരോഗതിയുണ്ടായിരുന്നില്ല. കാഫിൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെ അന്നും പ്രതി ചേർത്തില്ല. 153 വകുപ്പും ചുമത്തിരുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ടും മെറ്റയുടെ റിപ്പോർട്ടും കാത്തിരിക്കുകയാണെന്നാണ് അന്ന് പോലീസ് നൽകിയ വിശദീകരണം. ഇതിനു പിന്നാലെ ഡിസംബർ 13-ന് പുതിയ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വടകര കോടതി പോലീസിനോട് പറയുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. പോലീസിന്റെ നടപടിയിൽ രേഖമൂലം അതൃപ്തി രേഖപ്പെടുത്തിയില്ലെങ്കിലും തൃപ്തിയില്ലാത്ത നടപടി തന്നെയാണ് കോടതി സ്വീകരിച്ചത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്ക പരിക്ക്. പുതുപ്പാടി. മണൽവേലിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്ക പരിക്കേറ്റു. പുലർച്ചെ പള്ളിയിലേക്ക് പുറപ്പെട്ട മണൽവേലിൽ കല്ലടിക്കുന്നുമ്മൽ അബു 55-നാണ് പരിക്കേറ്റത്. ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മാറ്റി. പരിക്ക് ഗുരുതരമല്ല. മർക്കസ് നോളജ് സിറ്റിയിലെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനമാരംഭിച്ചു. കോടഞ്ചേരി. മർക്കസ് നോളജ് സിറ്റിയിലെ മിഹറാസ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കിഡ്നി രോഗികൾക്കായി ഡയാലിസിസ് സെന്റർ പ്രവർത്തനമാരംഭിച്ചു. നിർധനർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് ചെറിയ നിരക്കിലുമാണ് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നത്. മർക്കസ് നോളജ് സിഇടി ചെയർമാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹകീം അസ്ഹരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 10 ഡയാലിസിസ് മെഷീനുകളാണ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. കൂടാതെ കിഡ്നി രോഗനിർണയ ബോധവത്കരണ ക്യാമ്പുകളും ഡയാലിസിസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഡോക്ടർ അബ്ദുസലാം മുഹമ്മദ്, അഡ്വക്കേറ്റ് തൻവീർ ഉമർ, ഡോക്ടർ PV മജീദ്, ഡോക്ടർ PV ശംസുദ്ദീൻ, ഡോക്ടർ മുഹമ്മദ് KM, ഇബ്നു ബാസ്, അഫ്സൽ കോളിക്കൽ, ഡോക്ടർ സാജിദ്, ഡോക്ടർ OKM അബ്ദുറഹ്മാൻ, ഡോക്ടർ നബീൽ, ജാഫർ എലിക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുതിയ വന നിയമവും ജനജീവിതം ദുസ്സഹമാക്കും ആം ആദ്മി പാർട്ടി.
കോടഞ്ചേരി കേരള വന നിയമം പരിഷ്കരിക്കുന്നതിനായി കൊണ്ടുവന്നിരിക്കുന്ന നിയമ ഭേദഗതി നിർദ്ദേശങ്ങൾ കാടത്തവും സ്വാഭാവിക നീതി നിഷേധിക്കുന്നതും കേരളത്തെ ഫോറസ്റ്റ് രാജിലേക്ക് തള്ളിവിടുന്നതുമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരങ്ങൾ നൽകുന്നത് വഴി ജനങ്ങളെ ഉപദ്രവിക്കാനും കൊള്ളയടിക്കാനും അവസരമൊരുക്കുന്ന ബിൽ പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ആം ആദ്മി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. രൂക്ഷമായ വന്യമൃഗ ശല്യത്തിനെതിരെ യാതൊരു നടപടിയും എടുക്കാതെ വീണ്ടും ജനങ്ങളെ ഉപദ്രവിക്കുന്ന ബില്ലിന് അംഗീകാരം നൽകുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനം മന്ത്രി രാജിവെക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മണ്ഡലം സെക്രട്ടറി ലിൻസ് ജോർജ്, അബ്രഹാം വാമറ്റത്തിൽ, ജോൺസൺ കോടഞ്ചേരി, എലിയാസ് പാടത്തുകാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കോടഞ്ചേരിയിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യുവിൽസും ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടുത്തരവാദിത്വ കിരാത ഭരണത്തിനെതിരെയും വനം വന്യജീവി സംരക്ഷണ നിയമം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെയും വൈദ്യുതി ബിൽ വർധനയ്ക്കെതിരെയും കോടഞ്ചേരിയിൽ ശക്തമായി അപലപിക്കും. അദ്ദേഹത്തോടൊപ്പം തന്നെ സംസ്ഥാന പ്രതിനിധികളും കോടഞ്ചേരിയിൽ എത്തിച്ചേരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന പൊതുയോഗത്തിലും പ്രകടനത്തിലും പങ്കെടുക്കുന്നതിന് എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെയും ആം ആദ്മി പാർട്ടി കോടഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി ഹൃദ്യമായ ഭാഷയിൽ കോടഞ്ചേരിയിലേക്ക് സ്വാഗതം ചെയ്തു. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകവും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പോലും കൊടുക്കുവാൻ കേരളത്തിനാവുന്നില്ല എങ്കിൽ കേരളം ഈ സംസ്ഥാനങ്ങളുമായി ലയിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ആം ആദ്മി പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. മാനോളം സന്തോഷം. ഇന്ന് ഡിപ്പോൾ സാറ്റർഡേ ഫെസ്റ്റ്. വിൻസെന്റ് ഡിപ്പോൾ സംഘടനയുടെ ഓസാന മാർട്ട് സെന്ററിൽ ശനി, ഞായർ വിൽപ്പന പ്രതീക്ഷിച്ച് പുതിയ ക്രിസ്മസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഡിപ്പോൾ ക്രിസ്മസ് ഫെസ്റ്റിന് സമാനതകളില്ലാത്ത സഹകരണമാണ് ജനങ്ങൾ നൽകി വരുന്നത്. ശനി ഞായർ ദിവസങ്ങളിലുണ്ടാകുന്ന വലിയ തിരക്ക് പ്രമാണിച്ചാണ് പുതിയ സ്റ്റോക്ക് ഇറക്കിയിരിക്കുന്നത്. വിലക്കുറവിന്റെയും സെലക്ഷന്റെയും സന്തോഷം എല്ലാ ഉപഭോക്താക്കളും പരസ്പരം പറഞ്ഞറിയിക്കുന്നു എന്നതിൽ പ്രവർത്തകർ സംതൃപ്തരാണ്. ലാഭം മുഴുവൻ സാധുസഹായത്തിന് ചെലവഴിക്കുന്നതിനാൽ ഇവിടുത്തെ പർച്ചേസ് ഒരു പുണ്യമായി മാറുന്നു എന്നതാണ് വലിയ കാര്യം. ക്രിസ്ത്യൻ ഭക്ത വസ്തുക്കൾക്കു വേണ്ടി എല്ലാവരും ഓസാന ആർട്ട് സെന്റർ തേടി വരുന്നു. ക്രിസ്മസ് കേങ്കേമമാക്കാൻ വേറെയെങ്ങും പോകേണ്ടതില്ല എന്ന ജനങ്ങളുടെ ആത്മവിശ്വാസമാണ് ആർട്ട് സെന്ററിന്റെ കരുത്ത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.